നമസ്തേ രഞ്ജിത്ത്. നമുക്ക് അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1 എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഞാൻ മുന്നേ വീഡിയോകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി എക്സ്പ്രസീവായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു, നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സോള്, നമ്മളൊരു ജീവ ആത്മാവാണ്, നമ്മുടെ ഉള്ളിലൊരു ജീവ ചൈതന്യമുണ്ട് അല്ലേ. നാം എന്ന് പറയുന്ന അവസ്ഥ അയാം, ദാറ്റ് അയാം, തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ മെർജ് ചെയ്ത് നിൽക്കുകയാണ്. തത്വമസി, ഞാനും നീ ഒന്ന് തന്നെയാണ്, നാം ഒന്നിൻ്റെ ഭാഗമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഈശ്വരീയതയുടെ ഭാഗമാണ് നമ്മൾ ആണ് എൻ്റെ അർത്ഥം. അപ്പം അതിന് ഓരോരുത്തരും ആ പ്രകാശം വ്യത്യസ്തമായ തലത്തിലാണ് തിളങ്ങി നിൽക്കുക. അവരുടെ ജീവിതചര്യകൾ കൊണ്ടും ഈ സ്വഭാവ രൂപീകരണങ്ങൾ കൊണ്ടുമൊക്കെ അവർക്ക് വ്യത്യസ്തമായ വെളിച്ചമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആ വെളിച്ചത്തെ ഒന്ന് വളരെ മഹനീയവൽക്കരിച്ച് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാക്കി അതിനെ ഏറ്റവും മികച്ച ഒരു ഊർജ്ജമാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരു പരിശീലനമാണ് ദ അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു എന്ന കോഴ്സിൽ കൂടെ നാം പഠിക്കുന്നത്. ഇതിൽ യോഗ പ്രാണവിദ്യയിൽ ലെവൽ 1 ഇതിനോട് ബന്ധപ്പെട്ട ഒരു ധ്യാനം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ധ്യാനം ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിലുള്ള കുറേ ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങൾ അത് എങ്ങനെ, ഏതിനെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇത് അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1 ആയിട്ടുള്ള PPM എന്നുള്ള കോഴ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. അതും ഒരു 4-5 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന ചെറിയ കോഴ്സാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക ധ്യാന രീതിയാണ്. ലോകത്തിന് വേണ്ടി നാം ഒരു പ്രയർ ചെയ്യാണ്. നമ്മുടെ 2 ചക്രകൾ, നമ്മുടെ ശരീരത്തിലുള്ള 2 മർമ്മക്ഷേത്രങ്ങളെ ആക്ടിവേറ്റ്, സ്നേഹോഷ്മളമായ പ്രകാശത്തെ, കോസ്മിക് എനർജിയെ ചക്രകളിൽ കൂടെ സ്വാംശീകരിച്ച് ഹൃദയചക്രം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇത് ക്രൗൺ, ഡിവൈൻ എൻട്രി, ഡിവൈൻ ഹാർട്ടാണിത്. ഇതിൽ കൂടെയും കടന്നു വരുന്ന പ്രകാശം എടുത്ത് ഭൂമിയെ അനുഗ്രഹിക്കുന്ന ഒരു പരിശീലനമാണ് ഇതിൽ കൂടെ. അതിനെ ഭക്തി യോഗ എന്നാണ് പറയുക. ഈ പരിശീലനം ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇത് വളരെ ഇഫക്റ്റീവ്ലി യൂസ്ഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ സെൻറ്റ് ഫ്രാൻസിസ് അസിസി എന്ന് പറഞ്ഞൊരു പുണ്യവാളൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനമൊക്കെ വലിയ സമ്പത്തുള്ള വീട്ടിലൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുകയും ആദ്യം പട്ടാളത്തിൽ പോവുകയും പിന്നെ അവിടെ താല്പര്യമില്ലാണ്ട് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്ന് പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിച്ച് വളരെ സ്നേഹത്തിൻ്റെ ഊർജ്ജമായി, മതങ്ങൾക്കൊക്കെ അതീതമായി എല്ലാ ജീവജാലങ്ങളെയും പ്രണയിച്ച ഒരാളാണ് അദ്ദേഹം. സ്നേഹിച്ചതാണ്, സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം നടന്നു പോകുമ്പോൾ ശരീരത്തിൽ കിളികളൊക്കെ വന്നിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് അദ്ദേഹം റെസ്റ്റ് ചെയ്യുമ്പോൾ മൃഗങ്ങൾ ചുറ്റുമ്പോൾ കാനന പ്രദേശത്ത് കൂടി പോകുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നിടത്ത് മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യുമായിരുന്നു. അത്രയും സ്നേഹത്തിൻ്റെ ഒരു വൈബ്രേറ്ററി ഫീൽഡാണ് അദ്ദേഹത്തിൻ്റെ നടന്നത്. സ്നേഹം നിറയെ സ്നേഹം ഭയത്തെ അകറ്റുമല്ലോ. എന്തിനേയും സ്നേഹിക്കാൻ പറ്റുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അവരവരുടെ ശരീരത്തിൽ നിന്ന് അല്ലേ. നമ്മിൽ എന്തായിരിക്കുന്ന ഊർജത്തിൻ്റെ രീതി, ആ രീതി മറ്റുള്ള പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് സെൻസിറ്റീവ് പവർ കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹോഷ്മളമായ വലിയ അപകടം പിടിച്ച മൃഗങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് വന്ന് കിടക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അത് പണ്ട് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതൊരു ഒരു പ്രസിദ്ധീകരണമായിട്ട്, ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നത് ഇങ്ങനെയായിരുന്നു: ലോർഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്, വെർ ദർ ഈസ് ഹേട്രഡ് ലെറ്റ് മീ സോ ലവ്, വെർ ദർ ഈസ് ഇഞ്ചറി പാർഡൺ, വെർ ദർ ഈസ് ഡാർക്ക്നെസ് ലൈറ്റ്, വെർ ദർ ഈസ് സാഡ്നെസ് ജോയ്. അങ്ങനെ അതിൽ ഒട്ടനവധി ലോകത്ത് മുഴുവൻ സമാധാനവും സന്തോഷവും പ്രകാശവും സ്നേഹവും കാരുണ്യവും നിറയട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതിൽ ഓരോ വാക്കുകളുടെയും ആന്തരികമായ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ആ കോഴ്സ്. ഇപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ ഈ പരിശീലനം ചെയ്ത് നിത്യവും ഇത് പരിശീലിക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ഈ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതോറും നമ്മിലേക്ക് ഈശ്വരൻ്റെ സ്നേഹത്തിൻ്റെ അളവ് ധാരാളമായി വർഷിക്കപ്പെടുകയും ചെയ്യുന്നു.
വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണ്. നിത്യനെ നിങ്ങൾ പരിശീലിച്ചാൽ, ഇത് പഠിച്ച് പരിശീലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫർമേഷൻ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങളിത് പരിശീലിച്ച് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതും ശീലിച്ചതും ജീവിച്ചിരുന്നോ എന്ന് സംശയം തോന്നും. നമുക്ക് എല്ലാത്തിനോടും സ്നേഹം തോന്നും, എല്ലാവർക്കും നമ്മളോട് സ്നേഹം തോന്നും. കാരണം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജം ഒരു ലവിങ് ആസ്പെക്റ്റ് ആണല്ലോ, ഒരു സ്നേഹത്തിൻ്റെ ഊർജ്ജമാണല്ലോ. അതുപോലെ നമുക്കൊരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാനുള്ള ഇഷ്ടം കുറഞ്ഞു കൊണ്ടിരിക്കും. അറിയാതെ ഒരു ചെടിയുടെ കൊമ്പൊടിച്ച് കളയാൻ നടക്കുന്ന വഴിയിൽ തടസ്സമുണ്ടെങ്കിൽ അത് നാം നടന്നു പോകുമ്പോൾ ആ ചെടിയുടെ കൊമ്പൊടിക്കാൻ പോലും നമുക്ക് വിഷമം തോന്നും. കാരണം അതും ഒരു ജീവനാണല്ലോ, അതിന് വേദനിക്കുമല്ലോ. വേദന ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് മുറിവേൽപ്പിക്കരുത് എന്നുള്ളൊരു തത്വം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരും. അതുപോലെ തന്നെ നമ്മളറിയാതെ പോലും ചിലപ്പോൾ ഏതെങ്കിലും ജീവികളൊക്കെ നമുക്ക് കൊല്ലാനായിട്ട് കാലുകൊണ്ടൊക്കെ അറിയാതെ ചവിട്ടി കൊല്ലുക, അല്ലെങ്കിൽ കൊതുക് കടിക്കുമ്പോൾ ഒക്കെ കൊതുകിനെ അതിന് അടുത്തൊരു ജന്മത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കടിച്ചാൽ അതിനെ നശിപ്പിച്ച് കളയാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നാശമില്ലല്ലോ, അത് അടുത്തൊരു ജന്മത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ഷുദ്രമായിട്ടുള്ളതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അവയെ നമുക്ക് ഒരു ക്ഷത്രിയ ധർമ്മം പോലെ ചീത്തയെ, തിന്മയെ, ശത്രുവിനെ നശിപ്പിക്കുക എന്ന് വെച്ച് മനുഷ്യനെ ശത്രുവായിട്ട് കാണാമെന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഈ ബഗ്ഗുകൾ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നതിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം. മറ്റുള്ളവർക്ക് നമുക്ക് ഈ പ്രയർ ചെയ്തുകൊണ്ട്, ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കൊക്കെ മേന്മ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർത്ത് പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ആളുകളെ ഇണക്കി ചേർക്കാനായിട്ട് നമുക്ക് ഈ പരിശീലനം കൊണ്ട് സാധിക്കും. അവരടുത്ത് പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാം വീട്ടിലിരുന്ന് ഇത് പരിശീലിക്കുമ്പോൾ ആ ഇൻറ്റൻഷനലി അവരെ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വിഷമങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, അവരുടെ സങ്കടങ്ങൾ മാറാൻ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരാനൊക്കെ നമുക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെയും വെളിപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത് മികച്ചതാക്കാനായിട്ട് നമ്മുടെ ബിസിനസ്സോ, നമ്മുടെ ജോലിയോ, നമ്മുടെ സ്നേഹബന്ധങ്ങളോ ഒക്കെ അതിനെയൊക്കെ പൂർണ്ണമായി വളരെ മികച്ചതാക്കി മാറ്റാൻ ഈ പരിശീലനം സഹായിക്കും. ഇത് നമ്മൾ യോഗ പ്രാണവിദ്യ ലെവൽ 1 പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഔട്ടർ സയൻസ്, അതിൻ്റെ ഇന്നർ സയൻസ് ഒക്കെ നമ്മൾ ഈ കോഴ്സിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അതിന് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ധ്യാനം ഇതുപോലെ തന്നെ പബ്ലിക്കിന്, നിങ്ങളുടെ നാട്ടിലുള്ള ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വയോജന കുട്ടികൾക്കായാലും, കുട്ടികൾ ഇത് 16 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൃത്യമായ ചിട്ടകൾ പഠിച്ചാൽ, വളരെ ലളിതമായി ചെയ്യാവുന്ന ഇതിൻ്റെ പരിഷ്കാരങ്ങൾ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സ്കൂളുകളിൽ, അതുമാതിരി എവിടെയൊക്കെയോ ഒരു ജോലി സ്ഥലം, കോർപ്പറേറ്റ് ആയിട്ടുള്ള സെക്ടറുകളിൽ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ അവിടേക്ക് ചെന്ന് ഒരു ദിവസം ഇത് പഠിപ്പിക്കുക. പോലീസ് ക്യാമ്പുകൾ, അവരൊക്കെ എപ്പോഴും സ്ട്രെസ്ഫുള്ളി പല ജോലികളും ചെയ്യുന്നതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ക്യാമ്പുകളിലൊക്കെ ചെന്നിട്ട് നമുക്ക് അവർക്ക് ഈ ധ്യാനം എക്സ്പ്രസ് ചെയ്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർക്കും അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ, ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ധ്യാന പരിശീലനം വളരെ എഫക്റ്റീവ്ലി നടക്കുന്നതാണ്. ശരിയെ തിരിച്ചറിയാനും തെറ്റിനെ തിരിച്ചറിയാനുള്ള ഒരു പവറൊക്കെ ഡെവലപ്പ് ചെയ്യും ഈ ധ്യാനത്തിൽ കൂടെ. എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള തികഞ്ഞ തീരുമാനമെടുക്കാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഇത് നമുക്ക് പഠിപ്പിക്കാം. 16 വയസ്സിന് ശേഷമുള്ളവർക്ക്, കുട്ടികൾക്ക് അവർക്ക് ഓർമ്മശക്തി കിട്ടാനും ബുദ്ധിശക്തി കിട്ടാനും അവരെ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനും എക്സ്പാൻസീവ് കോൺഷ്യസ്നെസ് ഉണ്ടാവാനൊക്കെ ഈ ധ്യാന പരിശീലനം വളരെ എഫക്റ്റീവായിട്ട് സാധിക്കും. ആ ധ്യാനത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ് അവേക്കൻ ദ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1 PPM. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കട്ടെ. സർവേശ്വരൻ അതിന് അനുഗ്രഹം ഉണ്ടാക്കട്ടെ. ഇനി ഇത് പഠിച്ചിട്ടുള്ള ആളുകൾ പരിശീലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ എല്ലാവരും ഓടി നടക്കുക. പക്ഷേ വെറുതെ എന്തിൻ്റെ പുറകെയാണ് ഇവർ ഓടുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. അവരവരുടെ കാര്യങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കൃത്യമായി നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് നടക്കാനായിട്ട് നാം ചില ചിട്ടയായിട്ടുള്ള പരിശീലനങ്ങളിൽ കൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്ന്
തിരിച്ചറിയുക. അല്ലാതെ കുറേ ബഹളം വെച്ച് കുറേ ഓടി നടന്ന് കുറേ കഴിയുമ്പോൾ രോഗങ്ങളായി. അപ്പോൾ ജീവിതത്തെ ഒരു കൃത്യമായ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ധ്യാന പരിശീലനം ചെയ്യുക. ആ ധ്യാനം നിങ്ങൾക്ക് പഠിപ്പിക്കാനും കൂടെ സാധ്യമാകണമെങ്കിൽ ഈ കോഴ്സ് അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ തൃശ്ശൂർ എനിക്കൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു സർട്ടിഫൈഡ് ട്രെയിനറുടെ ഭാഗത്തു നിന്ന് പഠിക്കുന്നത് തന്നെയായിരിക്കും ഉചിതമായിരിക്കുക. ചിട്ടയായിട്ട് ആ പ്യൂരിറ്റിയോട് കൂടി തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ രഞ്ജിത്ത്, ഞാൻ മഹാത്മാ ചോക്വക്സി, മഹാഗുരുജി മെയിലിംഗ്, ചോങ്ചിങ് മെയിലിംഗ്, മാ ഷാർലറ്റ് ഇവരുടെയൊക്കെ ശിഷ്യനാണ്. ഇവരിൽ നിന്നും ആർജിച്ചെടുത്ത അറിവുകളാണ് ഇവിടെ വിദ്യകളായിട്ട് പുറത്തു വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ്. ഇപ്പോൾ കൽക്കത്തയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വർക്ക് ചെയ്യുന്നത്. ആദ്യം ഡൽഹിയിൽ, പിന്നെ ചെന്നൈയിൽ, ഇപ്പോൾ കൽക്കത്തയിലാണ്. ഇനി ഇത് ലോകം മുഴുവനും ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഓരോ രാജ്യങ്ങളിലും അവിടെ അതിന് ആ ഫൗണ്ടേഷൻ, വ്യത്യസ്ത ഫൗണ്ടേഷനുകൾ ആ ഏരിയയിലെ കൺട്രോൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മാ ഷാർലറ്റാണ് ആ ഫൗണ്ടേഷൻസൊക്കെ രൂപീകൃതമാക്കിയത്. അതായത് അദ്ദേഹത്തിൻ്റെ മാ ഷാർലറ്റിൻ്റെ ജീവിത പങ്കാളിയാണ് മാസ്റ്റർ. അപ്പോൾ അവരുടെ എല്ലാ ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഈ ഫൗണ്ടേഷനുകളിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നു. എല്ലാവർക്കും ഒരു അംഗീകൃതമായ ഒരു ഫൗണ്ടേഷൻ്റെ കീഴിൽ കൃത്യമായി പഠിച്ച് പരിശീലിച്ച് വളരെ ജീവിതത്തിലെ പ്രബലമായ ഉന്നതമായ തലത്തിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും എല്ലാ മാലാഖമാരുടെയും എല്ലാ ഇൻവിസിബിൾ ഹെൽപ്പേഴ്സിൻ്റെയും സെൻറ്റിയൻ ബീയിങ്സിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദിപൂർവ്വം രഞ്ജിത്ത്.